ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയിൽ അവസാനത്തെ ദിവസമാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു ദിവസം ദൈവം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഈ ഒരാഴ്ച മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശം ഇത് തേനിനേക്കാളും തേൻകട്ടയേക്കാളും ഒക്കെ മധുരതരവും നമ്മുടെ ജീവനെ നിലനിർത്തുന്നതുമായിട്ടുള്ള എന്താ പറയുക ആഹാരമാണ് ഈ ഒരു സന്ദേശം എന്നുള്ളത്. ശരിക്കും ഞാൻ എല്ലാ ദിവസവും തന്നെ ബ്രദർ ഡാമിൻ്റെ ഈ സന്ദേശം ശ്രവിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ജീവവായു പോലെയാണ്. ഇത് എൻ്റെ ഭർത്താവ് പ്രസംഗിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അതിനേക്കാൾ ഉപരി ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു ഊർജമുണ്ട്, ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു ചൈതന്യമുണ്ട്, ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു ബലമുണ്ട്, ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു അഭിഷേകമുണ്ട്, അധികാരമുണ്ട്. അതുമായിട്ടൊരു ദിവസം രാവിലെ ചാർജ് ആയാൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ, ശരിയായ പാതകളിലേക്ക് സ്റ്റെപ്പുകൾ എടുത്ത് വെക്കാൻ ഇതൊക്കെ എന്നെ ഒത്തിരി അധികം സഹായിക്കുന്നുണ്ട്. എന്നെ തന്നെ പണിയാൻ, എന്നെ തന്നെ മെരുക്കാൻ ഇതൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. സോ നിങ്ങളിത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവരോട് തന്നെ കാണുവാനായിട്ട് ആവശ്യപ്പെടുക. നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ളൂവെങ്കിൽ ഒരിക്കൽ പോലും ഇത് മുടക്കരുത്, എല്ലാ ദിവസവും അത് കാണുക. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കോ സ്പോൺസറാണ്. ഗോവയിൽ നിന്ന് ഡാനിഷ് ആണ് ആദ്യത്തെ സ്പോൺസർ. താങ്ക് യു ഡാനിഷ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഡാനിഷിന് 10th എക്സാമിന് ഫുൾ A+ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. പഠിക്കുവാനുള്ള കൃപയും ഓർമ്മശക്തി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള അഭിഷേകവും കൃപയും ശക്തിയും അധികാരവും അവർക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധനയുണ്ട്. നേരിട്ട് കടന്നു വരിക, അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് നാളെ പ്രത്യേകിച്ച് നമ്മുടെ സമ്മർ സ്പ്ലാഷ് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വർഷത്തെ തീമും മറ്റു കാര്യങ്ങളൊക്കെ നാളെയാണ് റിവീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കൊച്ചു കൂട്ടുകാരെയും അതിന് വേണ്ടിയിട്ട് റെഡിയാക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. നമുക്ക് വളരെ വേഗത്തിൽ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. ഈ ആഴ്ചയിലൊരു സെഗ്മെൻറ്റ് തീരും. അടുത്ത ആഴ്ചയിൽ നമ്മൾ അടുത്ത ഒരു വീക്കോടുകൂടെ ദൈവം അനുവദിച്ചാൽ ഈ വർഷിപ്പിൻ്റെ സീരീസ് നമുക്ക് തീർക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിൽ പല പല കാര്യങ്ങളും, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു, ഒത്തിരി വചനങ്ങൾ തന്നു, എല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും അത് പഠിച്ചുകൊണ്ടിരിക്കണം. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: In every place of worship, I want men to pray with the holy hands lifted up to God, free from anger and controversy. അപ്പോൾ ഇവിടെ പുരുഷന്മാർ എല്ലായിടത്തും വാഗ്വാദങ്ങളെ വിട്ട് അവരുടെ വിശുദ്ധ കാര്യങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ in every place of worship, എല്ലാ ആരാധനാ സ്ഥലത്തും എന്ന് പ്രത്യേകിച്ച് ചില ട്രാൻസ്ലേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വർഷിപ്പ് പ്ലേസിലേക്ക് വരുമ്പോൾ, ആരാധനയിലേക്ക് വരുമ്പോൾ വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നല്ലതാണ്. ബ്ലെസ്സിംഗ് ടുഡേയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇടയ്ക്കിടയ്ക്ക് കൈകൾ ഉയർത്തി വിഷയങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഇനി 1 Chronicles chapter 29 verse number 10, Then David praised the Lord in the presence of the whole assembly.
മുഴു സഭയുടെയും മുൻപാകെ ദാവീദ് ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം തുടങ്ങി. ആ പുരുഷന്മാർ എല്ലായിടത്തും കൈകളുയർത്തി പ്രാർത്ഥിക്കണം എന്നൊരാൾ വായിച്ചിട്ട് ഒരു സഭയിൽ ഞാൻ ചെന്നപ്പോൾ, നമുക്ക് ഈ സമയത്ത് കൈകളുയർത്തി പ്രാർത്ഥിക്കാം. ഒരു സൈഡിൽ കൈകളെല്ലാം ഉയർത്തി മറ്റേ സൈഡിലേക്ക് നോക്കിയപ്പോൾ സ്ത്രീകളുടെ സൈഡാണ്. ഒരാൾ പോലും കൈ ഉയർത്തുന്നില്ല. കാരണം അവിടെ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പുരുഷന്മാർ എല്ലാ ആരാധനാ സ്ഥലങ്ങളിലും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. അതിൻ്റെ അർത്ഥം സ്ത്രീകൾ കൈ ഉയർത്താൻ പാടില്ല എന്ന് വരെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്ന കൂട്ടങ്ങളുണ്ട്. അതല്ല അവിടെ ഉദ്ദേശിച്ചത്. അവിടെ സ്ത്രീകളെക്കുറിച്ചും പുരുഷന്മാരെക്കുറിച്ചും പല പല ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ പുരുഷന്മാർ പലപ്പോഴും പ്രാർത്ഥിക്കാൻ മടിയന്മാരാണ്, സ്ത്രീകളാണ് കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉത്സാഹിക്കുന്നവർ. എന്നാൽ പുരുഷന്മാരും പുറകിൽ പോകരുത്. അതുകൊണ്ട് വേറെ പരിപാടിയെല്ലാം മാറ്റിവെച്ച് വിശുദ്ധ കരങ്ങൾ ഉയർത്തി അവർ പ്രാർത്ഥിക്കട്ടെ. സ്ത്രീകൾ കരങ്ങൾ ഉയർത്താൻ പാടില്ല എന്ന് ബൈബിളിൽ ഞാൻ വായിച്ചിട്ടില്ല. കൈകൾ താഴെയിട്ട് ഇങ്ങനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ, പുരുഷന്മാരല്ല ഇങ്ങനെയും പ്രാർത്ഥിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനിത് പറയാൻ കാരണം, ദൈവത്തിൻ്റെ വചനം ഓരോരുത്തരും എന്തെല്ലാം രീതികളിലാണ് അത് വ്യാഖ്യാനിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ആവർത്തന പുസ്തകം 31-ാം അധ്യായം 12-13 വചനങ്ങൾ. Deuteronomy 31:12 and 13. അതിൽ call them all together, men, women, children, and the foreigners living in your towns, so they may hear the book of instruction and learn to fear the Lord your God and carefully obey all the terms of these instructions. Do this so that your children who have not known these instructions will hear them and will learn to fear the Lord your God. അങ്ങനെ വിശുദ്ധ സഭായോഗമായി കൂടി വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പുരുഷന്മാർ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, അതുപോലെ പരദേശികൾ, വിദേശികൾ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഫോറിനേഴ്സ്, ഇവരെല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 Chronicles 20:13, 2 ദിനവൃത്താന്തം 20:13, all the men of Judah stood before the Lord with their little ones, wives and children. ഇവിടെ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടു. all the men of Judah stood before the Lord. യഹൂദയിലെ സകലരും വന്ന് ദൈവസന്നിധിയിൽ ഹാജരായേക്കുവാൻ. with their little ones എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ, ബേബീസ്, കൈക്കുഞ്ഞുങ്ങൾ മുതൽ വൈഫ്സ് ആൻഡ് ചിൽഡ്രൻ, ഭാര്യമാരും കുട്ടികളും എല്ലാം ഉൾപ്പെടെ. In other words, it is always good to worship as a family. കുടുംബമായ ദൈവത്തെ ആരാധിക്കുന്നത് എത്ര മനോഹരമാണ്. നിരവധി മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടികളെ കൊണ്ടുവന്നില്ല, അയ്യോ അവർക്ക് പഠിക്കാനുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ കൊണ്ട്, അവർക്ക് ട്യൂഷനുണ്ട്. അയ്യോ കുട്ടികളൊന്നും വന്നില്ല, ആരാധനയ്ക്ക് വന്നില്ല, യൂത്ത് സർവീസിൽ അവർക്ക് എൻട്രൻസ് കോച്ചിങ് ഉണ്ട്. കുട്ടികൾ എന്താണ് കണ്ടില്ലല്ലോ, അയ്യോ അവർക്ക് കരാട്ടെ ക്ലാസ് ഇന്നാണ്, മോളെന്തി ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി പേര്, അപ്പം ഞാൻ ചോദിക്കും, അവർ ഇങ്ങനെ ദൈവത്തിൽ വരാതിരുന്നാൽ നാളുകളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ, അപ്പോൾ അവർ പറയും, ബ്രദറെ അവർ വളരുമ്പോൾ അവർ തീരുമാനിക്കട്ടെ ഇതിൽ വിശ്വസിക്കണോ വേണ്ടേ, അവരുടേതായ വഴി അവർ തിരഞ്ഞെടുക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ മാതാപിതാക്കളെല്ലാം ഇന്ന് തലയിലടിച്ച് കരയുകയാണ്. കാരണം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ പരിശീലിപ്പിക്കുക, അത് പാരൻ്റൽ റെസ്പോൺസിബിലിറ്റിയാണ്. അനേക പ്രാവശ്യം ബൈബിളിൽ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം വാസ്തവത്തിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനല്ല, മാതാപിതാക്കൾക്കാണ്. ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രായപൂർത്തിയായി അവരുടേതായ രീതിയിൽ ചിന്തിക്കാനും ഇതൊക്കെ കഴിയുമ്പോൾ അവരെ തിരഞ്ഞെടുക്കട്ടെ. പക്ഷേ അതുവരെയുള്ള സമയത്ത് മാതാപിതാക്കളുടെ, യേശു പോലും 12 വയസ്സിൽ അറിയാമല്ലോ ഭയങ്കര ജ്ഞാനമൊക്കെ ഉണ്ടെങ്കിലും മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിക്കണ്ടേ? ആ പ്രായത്തിലേ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയേ പറ്റൂ. Matthew 2:11. They entered the house
and saw the child with his mother Mary and bowed down and worshipped him. Then they opened their treasure chests and gave him gifts of gold, frankincense, and myrrh. അവിടെ ജോസഫ്, മേരി എല്ലാം കുടുംബമായിട്ടാണ്. അവർ കുടുംബമായിരിക്കുമ്പോഴാണ് കിഴക്കുന്നുള്ള വിദ്വാൻമാർ വന്ന് അവർ യേശുവിനെ ആരാധിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. 1 കൊരിന്ത്യർ 14:26 നമ്മൾ കാണുന്നത്, when you meet together, one will sing, another will teach, another will tell some special revelation God has given. One will speak in tongues, and another will interpret what is said. But everything that is done must strengthen all of you. അപ്പോൾ ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് ആരാധനയിൽ ഒരുത്തിന് പാട്ടുണ്ട്, ഒരുത്തിന് ഉപദേശമുണ്ട്, ഒരുത്തിന് വെളിപ്പാടുണ്ട്, പലതും കർത്താവ് കൊടുക്കുകയാണ്. സോ വർഷിപ്പ് സർവീസിലേക്ക് വരുമ്പോൾ ദൈവം ചെയ്യുന്ന പല കാര്യങ്ങൾ, മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രദർശനങ്ങൾ, അത് മറ്റുള്ളവരെ എഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. വന്നാലല്ലേ ഇത് കിട്ടും. ഞാൻ വീണ്ടും പറയാം, ദൈവസന്നിധിയിലേക്ക് വരുന്നവരാരും വെറും കൈയോടെ പോകില്ല. എപ്പോൾ ദൈവസന്നിധിയിൽ ചെന്നാലും എന്തേലും കിട്ടും. ഒഴിഞ്ഞ കൈകളുമായി തിരിച്ചു പോരേണ്ടി വരില്ല. യഥാർത്ഥത്തിൽ പ്രാപിക്കാൻ വരികയാണെങ്കിൽ ഒഴിഞ്ഞ കൈയോടെ ഒരിക്കലും തിരിച്ചു പോകേണ്ടി വരികയില്ല. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചിലർക്കൊക്കെ സംശയമുണ്ട്, പുതിയ നിയമത്തിൽ പ്രകാരം പാട്ട് പാടാമോ, ഡാൻസ് ചെയ്യാമോ? പുതിയ നിയമത്തിൽ അങ്ങനെയുണ്ട്, പഴയ നിയമത്തിലുണ്ടായിരുന്നു. ചില വചനങ്ങൾ വേഗത്തിൽ കുറിച്ചു വെക്കണം. മത്തായി സുവിശേഷം 26:30, മാത്യു 26:30, അവിടെ and when they had sung a hymn, they went out to the Mount of Olives. അവരൊരു കീർത്തനം പാടിയ ശേഷം ഒലിവ് മലയ്ക്ക് പോയി. ഇത് യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന രാത്രിയിൽ പെസഹ കഴിഞ്ഞ ശേഷം അവർ ചെയ്ത കാര്യമാണ്. യേശുവും യൂദാ പോയി, ബാക്കിയുള്ള ശിഷ്യന്മാരും. When they had sung a hymn, they went out to the Mount of Olives. അവർ ഒലിവ് മലയ്ക്ക് പോയി ഒരു കീർത്തനം പാടിയ ശേഷം. So it was customary for Jesus and his disciples to sing songs and praise and worship God. ഇവർ കൂടി വരുമ്പോഴൊക്കെ ഇതിപ്പോൾ ആ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് എടുക്കാൻ സാധ്യമല്ല. അവർ പലപ്പോഴും പതിവായി അവർ കൂടി വരുന്ന സമയത്ത് അവർ ചില ഹിംസ് പാടും, ചില കീർത്തനങ്ങൾ പാടുമായിരുന്നു. ഒരുപക്ഷെ യേശു ആയിരിക്കും ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പത്രോസ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്, അറിഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് ഒരു സങ്കല്പം പറയുകയാണ്. സോ അവരുടെ ഒരു രീതിയായിരുന്നു, അവർ കീർത്തനങ്ങൾ പാടിയിരുന്നു. Acts 16:25, but at midnight Paul and Silas were praying and singing hymns to God. ഇനി അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചു. സിംഗിങ് ഹിംസ്, കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചു. അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഇറ്റ് വാസ് കസ്റ്റമറി ഫോർ അപ്പോസ്റ്റൽസ് ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി സിംഗിങ് ഹിംസ് ടു ഗോഡ്. ദൈവത്തിന് കീർത്തനങ്ങൾ പാടുന്നത് അക്കാലത്ത് അപ്പസ്തോലന്മാരുടെയും ഒരു രീതിയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ കാലത്ത് യേശു പാട്ട് പാടുമായിരുന്നു, യേശുവിൻ്റെ കൂട്ടത്തിൽ പാട്ടുണ്ടായിരുന്നു. അപ്പസ്തോലന്മാരും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. Romans chapter 15 and verse number 9. For this reason I will confess among the Gentiles and sing to your name. ഇത് 18-ാം സങ്കീർത്തനത്തിൽ 49-ാമത്തെ വചനത്തിലാണ്. അവിടെ നിന്നുള്ളൊരു ക്വാട്ട്, ഉദ്ധരണിയാണിത്. For this reason I will confess you among the Gentiles and sing songs to your name. ഇവിടെ പറയുന്നതനുസരിച്ച് പാട്ടുകൾ പാടുന്നത്, ദൈവത്തിനുള്ള പാട്ടുകൾ ജാതികളുടെ മധ്യത്തിൽ, ജാതികളുടെ മുമ്പിൽ, അൺബിലീവേഴ്സിൻ്റെ മുമ്പിൽ, അവിശ്വാസികളുടെ മുമ്പിൽ പോലും ഞാൻ പാടി ദൈവത്തിന് നന്ദി കരേറ്റും, അല്ലെങ്കിൽ സ്തുതികൾ അർപ്പിക്കും എന്നാണ്. 1 Corinthians 14 and verse number 15. 1 കൊരിന്ത്യർ 14:15 അതിൽ കാണുന്ന, I will sing with the Spirit. I will also sing
വിത്ത് ദി അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ആത്മാവ് കൊണ്ടും പാടും ബുദ്ധി കൊണ്ടും പാടും എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ പാട്ട് രണ്ടായി. ഒന്ന്, ആത്മാവ് കൊണ്ടുള്ള പാട്ട്, ആത്മാവ് കൊണ്ട് പാടും. രണ്ട്, ബുദ്ധി കൊണ്ട് പാടും. ഒന്നാമത്തതിൻ്റെ ഉറവിടവും ഒന്നാമത്തത് പുറപ്പെടുന്നതും കാര്യങ്ങളുമെല്ലാം ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ നിന്ന് പാട്ടുകൾ വരും. രണ്ടാമത്തത് ബുദ്ധി കൊണ്ട്, മാനുഷികമായ ബുദ്ധി കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് പാടും. ഇങ്ങനെയുള്ള പാട്ടുകൾ. അപ്പോൾ അവിടെ സിംഗിങ് വിത്ത് ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ മെയിൻലി ഇറ്റ് ഈസ് സിംഗിങ് ഇൻ ടങ്സ് ഓർ ഇൻ സ്പിരിച്വൽ ലാംഗ്വേജസ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മാവിൽ നിന്നുള്ള വിവിധ ഭാഷകളിലുള്ള അല്ലെങ്കിൽ അന്യഭാഷകളിലുള്ള പാട്ടിനെ കുറിച്ചാണ് ഈ പറയുന്നത്. സിംഗിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അവിടെ നമ്മുടെ മൈൻഡ് കൂടെ ഇൻവോൾവ് ചെയ്യുന്നു. നമ്മൾ മനഃപൂർവ്വമായി ദൈവസന്നിധിയിൽ പാട്ടുകൾ എഴുതി അത് കമ്പോസ് ചെയ്ത് പാടുന്ന പാട്ടുകൾ ഏതാണോ ആ ലാംഗ്വേജിൽ, അവരവർക്കറിയാവുന്ന ലാംഗ്വേജിൽ. ഇതാണ് നമ്മൾ കാണുന്നത്. എഫീസ് ലേഖനം 5:19 പല പ്രാവശ്യം വായിച്ചാൽ സ്പീക്കിംഗ് ടു വൺ അനദർ ഇൻ സാംസ് ആൻഡ് ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ് സിംഗിങ് ആൻഡ് മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട് ടു ദ ലോർഡ്. ഇല്ലേ, നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് പാടി. ആ ഭാഗം പല പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ കൊലോസ്യ ലേഖനം 3:16 ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഡ്വെൽ ഇൻ യു റിച്ച്ലി in all wisdom, teaching and admonishing one another in psalms and hymns and spiritual songs, singing with grace in your hearts to the Lord. Similar verse, അതായത് എഫേസ്യ ലേഖനം 5:19 കാണുന്നതിനോട് സിമിലർ ആയിട്ടുള്ള ഒന്നാണ് കൊലോസ്യ ലേഖനം 3:16 കാണുന്നത്. Let the word of Christ dwell in you richly in all wisdom. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങൾ വസിക്കട്ടെ. അതൊരു ഭയങ്കര സംഭവമാണ്. ദൈവവചനം നമ്മുടെ അകത്ത് വസിക്കണം. ദൈവവചനം എപ്പോഴും നമ്മുടെ മെഡിറ്റേഷനിലുണ്ടാകണം. എന്തെല്ലാം ഇൻഫർമേഷൻ നമ്മൾ തലയിൽ ഫീഡ് ചെയ്യും, എന്നാൽ ദൈവവചനം എത്രത്തോളം നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നതിനനുസരിച്ച് ആരാധന നടക്കുന്നതിനിടയിൽ തന്നെ, ആരാധനയിൽ നമുക്ക് സ്പിരിച്വൽ സോങ്സ്, ഇതെല്ലാം സാംസ്, ഹിംസ്, ഇതെല്ലാം പരസ്പരം ആത്മീക വർധന വരുത്തുവാൻ വേണ്ടി ഇതെല്ലാം എടുത്ത് ഈ പാട്ടുകളും ആരാധനയും കീർത്തനങ്ങളും എല്ലാം യൂസ് ചെയ്യാം എന്നാണ് ഈ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതുപോലെ ഏഷ്യാൻ്റെ പുസ്തകം 6-3 അധ്യായത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയിൽ സാറാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഭൂമിയിൽ നടക്കുന്ന ആരാധനയിലും ഇതാകാം എന്നല്ലേ ഈ വചനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി സിംഗിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ഞാൻ ആത്മാവ് കൊണ്ട് പാടും ബുദ്ധി കൊണ്ടും പാടും. ആത്മാവ് കൊണ്ടുള്ള പാട്ടിൽ പരിശുദ്ധാത്മ നിയോഗത്തിൽ, ആത്മനിറവിൽ, പരിശുദ്ധാത്മാവ് നൽകുന്ന ഭാഷകളിൽ പാടുന്നതാണ് പ്രധാനമായും. ആത്മാവ് നിറഞ്ഞ് പാടുന്നു എന്നുള്ളൊരർത്ഥം അതിൽ കാണാമായിരിക്കും. എന്നാൽ സിംഗിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അതിൽ പലതുണ്ട്. ഒന്ന് സാംസ്, സോങ് ബുക്ക് ഓഫ് ദ ജ്യൂസ് ആണ് സാംസിൽ കാണുന്നത്. 150 പാട്ടുകൾ, അതാണ് ബൈബിളിൻ്റെ നടുഭാഗത്തുള്ളത്. ഹിംസ് എന്ന് പറഞ്ഞാൽ ഹിംസ് ആർ കമ്പോസ്ഡ് ബൈ ഹിംനോളജിസ്റ്റ്. കീർത്തനങ്ങൾ എഴുതുന്നതിൽ വിദഗ്ധരായ ഒത്തിരി പേരുണ്ട്. അവരെഴുതുന്നതാണ് ഹിംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജോൺ വെസ്ലി, അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് തോന്നുന്നു ചാൾസ് വെസ്ലി. ഇതിൽ ചാൾസ് വെസ്ലി ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഒത്തിരി ഹിംസ് എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. 6000-ലധികമോ ഹിംസ് എന്ന് എഴുതിയിട്ടുണ്ട്. ജോൺ വെസ്ലി എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു കാലത്ത് ഹിംസ് എഴുതുന്ന എന്ന് വെച്ചാൽ ദൈവവചനത്തെ ബേസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റെവലേഷനും അതിൽ നിന്ന് എങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന വേർഡിങ്സ്, ലിറിക്സൊക്കെ വെച്ചുകൊണ്ട് ഈ ഹിംസ് ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ ഇന്നും നൂറ്റാണ്ടുകളായി ജീവൻ നഷ്ടപ്പെടാത്ത, ഇപ്പോഴും ജീവൻ തുടിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോൾ പാടിയാലും ദൈവത്തോടുള്ള സ്നേഹവും ആരാധനയും റിലീസ്ഡ് ആവുന്ന ഹിംസ് ഇപ്പോഴും ഇല്ലേ ലോകമെമ്പാടും. അങ്ങനെയുള്ളത് ഇപ്പോഴും ജനങ്ങൾ പാടിക്കൊണ്ടിരിക്കും. ആ ബുദ്ധി കൊണ്ട് പാടുമെന്ന് പറയുമ്പോൾ സങ്കീർത്തനങ്ങളുണ്ട്, ഹിംസ് ഉണ്ട്, സ്പിരിച്വൽ സോങ്സ് എന്നതിൽ പറയുന്നുണ്ട്, ആത്മീയ ഗീതങ്ങൾ.
That is, again, spontaneous singing in spirit, free worship songs and choruses. ആ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ചെയിനായി ചില പാട്ടുകൾ വരും. ഇപ്പോൾ ബ്ലെസ്സിങ് ടുഡേയിലെ വർഷിപ്പ് ശ്രദ്ധിച്ചാൽ ഒരു പാട്ട് കഴിയുമ്പോൾ അടുത്ത പാട്ട്, ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ തുടർച്ചയായി ഇടയ്ക്ക് വെച്ചിട്ട് അടുത്ത പാട്ടിലേക്ക് കയറും. ഇങ്ങനെ ചില സമയത്ത് പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്നത് പോലെ ദൈവാത്മാവിൽ പാട്ടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആരാധന ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. സോ മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹെവൻലി ട്യൂൺസ് ഡൗൺലോഡഡ് ഇൻ ടു അവർ സ്പിരിറ്റ്സ്. നമ്മുടെ ആത്മാവിലേക്ക് സ്വർഗീയമായ രാഗങ്ങളും സംഗീതവും മെലഡീസും നേരെ ഇറങ്ങി വരും. ഓക്കെ, heavenly tunes downloaded into our spirits from the Holy Spirit, thus making melodies in our hearts. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടാം. അതുപോലെ ഹീബ്രൂസ് 2:2 വായിക്കുമ്പോൾ, എബ്രായലേഖനം 2:12, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി അസംബ്ലി ഐ വിൽ സിംഗ് പ്രൈസസ് ടു യു. സഭാമധ്യത്തിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ഞാൻ നിന്നെ സ്തുതിക്കും. ഓ മൈ ഗോഡ്, എത്രയോ കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നത്. ഈ വചനങ്ങളെല്ലാം ഞാൻ വേഗത്തിലാണ് പറയുന്നതെങ്കിലും കുറിച്ച് വയ്ക്കുക. പിന്നീട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓരോന്നെടുത്ത് ധ്യാനിക്കുക. എൻ്റെ ഉള്ളിൽ തോന്നുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം. ഈ മോർണിംഗ് ഗ്ലോറി വളരെ കീനായി അറ്റൻഡ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഈ വചനങ്ങൾ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിഭയങ്കരമായി പരിശുദ്ധാത്മാവ് അതിലൂടെ ചില വെളിപ്പാടുകൾ ഈ ദിവസങ്ങളിൽ തരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. Now, Hebrews 13 and verse number 15, therefore by him let's continually offer the sacrifice of praise to God, that is the fruit of our lips, giving thanks to his name. അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കാൻ പറയുന്നു. യാക്കോബിൻ്റെ ലേഖനം 5:13, ജെയിംസ് 5:13, അതിൽ പറയുന്നത്, ഈസ് എനി അമംഗ് യു സഫറിങ്, നിങ്ങളിൽ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുണ്ടോ, ലെറ്റ് ഹിം പ്രേ. അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഈസ് എനി ചിയർഫുൾ, നിങ്ങളുടെ ഇടയിൽ സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടോ, ലെറ്റ് ഹിം സിംഗ് സാംസ്, അവർ പാട്ട് പാടട്ടെ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ പാടട്ടെ. അപ്പോൾ കഷ്ടം അനുഭവിക്കുന്നവർ ചിലപ്പോൾ അകത്ത് ദുഃഖം വന്നിട്ട് അവർക്ക് ഒരുപക്ഷെ പാട്ടിങ്ങ് പുറത്തേക്ക് വരില്ല. അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കട്ടെ. എന്നാൽ സന്തോഷാകത്തുള്ളവരോ പാട്ട് പാടാൻ. ഇത് യാക്കോബിൻ്റെ ഉപദേശമാണ്. എന്നാൽ ദാവീദ് പറയുന്നത്, ഞാൻ എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിക്കും, സങ്കടകാലത്തും സന്തോഷകാലത്തും കഷ്ടകാലത്തും പീഡനങ്ങളുടെ കാലത്തും പുറത്താക്കപ്പെടുന്ന കാലത്തും മഹത്വത്തിലിരിക്കുന്ന കാലത്ത് അഭിഷേകം വീഴുമ്പോഴും ഏത് സമയത്ത് ഞാൻ പാടും. ദാറ്റ് വാസ് എ യുണീക്ക് ക്യാരക്ടർ. എന്നാൽ ഒരു വലിയ ചതിക്കുഴി ഇവിടെ കിടക്കുന്നത്, പലപ്പോഴും വലിയ സന്തോഷത്തിൻ്റെ അനുഭവം വരുമ്പോഴാണ് ദൈവത്തെ മനുഷ്യൻ മറന്നു പോകുന്നത്. ഭയങ്കരമായ കഷ്ടപ്പാടിന് അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ, പരിശോധനകൾ, ടെംപ്റ്റേഷൻസ്, പ്രയാസങ്ങൾ, ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായ പ്രാർത്ഥനയും ഉപവാസവും മുഴുരാത്രി പ്രാർത്ഥനയും ഒക്കെ ആയിട്ടിരിക്കും. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നൊരു സ്വഭാവം മനുഷ്യനുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഡു നോട്ട് ഫോർഗെറ്റ് ഗോഡ് ഇൻ ചിയർഫുൾ മൊമെൻറ്റ്സ്. സന്തോഷവേളകളിൽ ദൈവത്തെ മറന്നു പോകരുത്. അതുകൊണ്ടാണ് പാട്ട് പാടാൻ പറയുന്നത്. ഉടനെ പാട്ട് പുസ്തകം എടുക്കുക, ഉടനെ ദൈവത്തെ പാടി സ്തുതിക്കുക. Revelation chapter 14 and verse number 3, അതിൽ പറയുന്നത്, they sang a new song before the throne and before the four living creatures. അവിടെ ഒരു പുതിയ പാട്ട് പാടുന്നതായിട്ട് പറയുന്നുണ്ട്. വേറെ ആർക്കും പഠിക്കാൻ പറ്റൊരു യുണീക്ക് സോങ് അവർ പാടുന്നു. ഓക്കെ, Revelation chapter 15 verse number 2 and 4, വെളിപ്പാട് ദിവസം 15 2 മുതൽ 4 വരെ വായിക്കുമ്പോൾ അവിടെ ഒരു സീ ഓഫ് ഗ്ലാസ് അവിടെ കാണുന്നുണ്ട്. ഒരു പളുങ്ക് കടൽ കാണുന്നുണ്ട്. അവിടെ വിക്ടോറിയസ് ആയിട്ടുള്ളവർ അവരെല്ലാം ഒരു ഹാർപ്പ് പിടിച്ചുകൊണ്ട്, വീണകൾ മീട്ടിക്കൊണ്ട്, അവിടെ പറയുന്ന 3-ാമത്തെ വചനത്തിൽ Revelation 15:3, and sang the song of God's servant Moses and of the Lamb.
അവർ മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ടുകൾ പാടുന്നു എന്നവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് പുതിയ പാട്ട് പാടുന്ന കാര്യം, മോശയുടെ പാട്ട് പാടുന്ന അത് പഴയ പാട്ടാണ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ പഴയതും പുതിയതും ഒക്കെ പാടണം. അപ്പോൾ ഈ പുതിയ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ജനറലി ഇറ്റ് ഈസ് എ ന്യൂലി റിട്ടൺ ആൻഡ് കമ്പോസ്ഡ് സോങ്. പലപ്പോഴും പുതിയ ഏതെങ്കിലും പാട്ടുണ്ടോ, ഈ സീസണിൽ ഇറങ്ങിയ പുതിയ ഏതെങ്കിലും പാട്ടുണ്ടോ ബ്രദറെ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഈയിടെ ഇറങ്ങിയ പാട്ട്, റിലീസായ പാട്ട്. എന്നാൽ ദൈവവചനത്തിൽ അതെന്താണ്? Psalm 40:3, സങ്കീർത്തനം 40:3 കാണുന്ന, He put a new song in my mouth, a hymn of praise to our God. Many will see and fear the Lord and put their trust in Him. ഇവിടെ ന്യൂ സോങ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദ ന്യൂ സോങ് ഈസ് ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദി ഓൾഡ് ലൈഫ് സോങ്. അതായത് ഇവിടെ നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. അപ്പം നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും നടന്ന ഓൾഡ് ലൈഫ്, ആ സമയത്തുണ്ടായിരുന്ന പാട്ടാണ് ഓൾഡ് സോങ്സ്. എന്നാൽ ഓൾഡ് സോങ്സ് ടെൽസ് ദ സ്റ്റോറി ഓഫ് tearful life in the desolate pit and miry clay. ഈ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നപ്പോഴുള്ള കണ്ണുനീരിൻ്റെ പാട്ടുകൾ അത് മാറി. എന്നാൽ Revelation 5:9-10, വെളിപ്പാട് 5:9-10 കാണുന്നത് പോലെ, and they sang a new song saying you are worthy to take scroll etc etc. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, the new song is a celebration of a new creation in Christ. എന്നാൽ പാറമേൽ നിർത്തി പുതിയൊരു പാട്ട് തന്നു എന്ന് വെച്ചാൽ ഈ പുതിയ സൃഷ്ടിയുടെ പുതിയ അനുഭവത്തിൻ്റെ പാട്ട് എന്ന് വേണം നമ്മളതിനെ മനസ്സിലാക്കി. ഇൻ അതർ വേർഡ്സ്, ദിസ് ന്യൂ സോങ് ഈസ് ദ സോങ് ഓഫ് അവർ റിഡംഷൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ, വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ ഒരു പാട്ടാണ് ഈ പാട്ട് എന്നുകൂടെ ഒരർത്ഥം അതിനുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. പുതുതായി ഇറങ്ങിയ പാട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരർത്ഥമാണ് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ശേഷം, ഞാനൊരു പുതിയ സൃഷ്ടിയായി തീർന്ന ശേഷം ആ അനുഭവത്തിൽ നിന്നുള്ള പാട്ടാണ് പുതിയ പാട്ട്. പഴയ അനുഭവത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കിടക്കുന്ന ഓൾഡ് സോങ് അല്ല, ഐ ഹാവ് എ ന്യൂ സോങ് ടുഡേ. അത് ഈയിടെ എഴുതിയത് തന്നെ ആകണമെന്നൊന്നുമില്ല എന്നാണ് ഒരർത്ഥം. ഓൾറൈറ്റ്, ഈ ആഴ്ചയിലെ എല്ലാ മോർണിംഗ് ഗ്ലോറിയും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അത് കിടപ്പുണ്ട്, ദയവായി കാണുക. കൈനീട്ടം. കർത്താവ് അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. പല്ലുവേദനയാൽ പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുക. ഒരു കണ്ണിൻ്റെ കാഴ്ചക്കുറവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കേൾവി ശക്തി കുറഞ്ഞു പോയത് യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ. ക്യാൻസർ മുതലുള്ള എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. തിരുനാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.